ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി അച്ഛനോടായിട്ട് പറയുക, ഇവിടുത്തെ വീടെല്ലാം തന്നെ പെയിൻ്റ് അടിക്കണം, കാരണം കല്യാണമൊക്കെ അല്ലേ വരണത് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, അതും വേണമെന്ന് പറയുന്നു. അത് ഞാൻ അങ്ങോട്ടാണ് പറയുന്നത്, അത് വേണമെന്ന്. എത്രയും പെട്ടെന്ന് ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു ചേർത്തോ, എന്നിട്ട് വന്നിട്ട് അവരെ കൊണ്ട് പെയിൻ്റ് അടുപ്പിക്കുക. ആശാനല്ലേ, പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവരൊരു ഗുരുദക്ഷിണയായിട്ട് അത് കണ്ടോളും, ഇത്രയും പെട്ടെന്ന് വേണം ചെയ്യാനും കേട്ടോ, ഇനി അധിക ദിവസങ്ങളില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നവർക്ക് വല്ല തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കയ്യിൽ കാശും കരുതി വെച്ചോ, സാധനങ്ങളും മേടിച്ച് വെച്ചോ, അല്ലാതെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് അങ്ങനെ നോക്കി നിന്നാലൊന്നും ആവുന്നില്ല. ഞാനാണെങ്കിലോ 5ൻ്റെ പൈസ തരില്ല, അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. പിന്നെ മനോജേട്ടൻ്റെ കാര്യം അറിയാമല്ലോ, മനോജേട്ടന് ജോലിയും ഇല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോ എന്നൊക്കെ അച്ഛനോട് ദേഷ്യത്തോടു കൂടി ധനലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വേണം, ഇനി വൈകിക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ധനലക്ഷ്മി അകത്തേക്ക് പോന്നു. പിന്നീട് അമ്മായിമാരായിട്ടോ കാണിക്കുന്നത്. അമ്മായിമാർക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലാവുകയാണ്. കാരണം ക്രിസ്സാറ് ആള് ഒരു കോഴിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആ മാനസമേടത്തെ കണ്ടപ്പോൾ കൂടി നിന്ന പെൺകുട്ടീനെ വേണ്ട ഉപേക്ഷിക്കുകയല്ലേ അവർ ചെയ്തത്. അയാൾ എന്തെങ്കിലും പറഞ്ഞോ, നമ്മൾ ചോദിച്ചതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞോ, തനി കുറുക്കൻ്റെ സ്വഭാവമാണ് അയാൾക്ക്. അയാൾ എന്തൊരു മനുഷ്യനാണെന്ന് നോക്കണേ. പാവം കൺമണി അയാളുടെ ചതിയിൽ വീണു എന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ അവളെ രക്ഷിക്കാനാണ് നോക്കേണ്ടത്. ധനലക്ഷ്മി പറഞ്ഞത് ശരിയാണ്, വരുണുമായിട്ട് ആണ് അവൾ യോജിച്ച് ചേരേണ്ടത്. ക്രിസ്സാർ ഒരു തനി കോഴിയാണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ വന്നതും കാശ് തന്നതും നിങ്ങളെന്നും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ മുന്നിൽ പോയത്, പക്ഷെ അയാളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് പോയതെന്നൊക്കെ അവിടെ സുലോചന പറയുന്നു കേട്ടോ. അപ്പോഴത്തേന് ഹരിസാർ വരുന്നുണ്ട്. എന്താ നിങ്ങളിന്ന് ഡ്യൂട്ടിക്ക് കയറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ക്രിസ്സാർ ലീവ് തന്നതാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, ആകെ പ്രശ്നത്തിലാണ് സാർ എന്ന് പറയുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നം? ആ ക്രിസ്സാർ കൺമണിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അവർ രണ്ടുപേരും പരസ്പര ഇഷ്ടത്തിലാണ്. കൺമണിക്ക് തീരെ വയ്യ, നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ പോലും തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാനസമേടത്തെ കണ്ടപ്പോൾ ആൾ കാലുമാറി അവസ്ഥയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഹരി പറയുന്നുണ്ട്, സാറിനെ കുറിച്ച് അനാവശ്യങ്ങൾ എന്നോടേ പറഞ്ഞു, ഇനി മറ്റൊരാളോട് പറയാൻ നിൽക്കരുത് എന്ന് പറയാട്ടോ. അതുകൊണ്ടൊന്നല്ല, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. സാറിൻ്റെ സ്വഭാവം നിങ്ങൾക്കും അറിയുന്നതല്ലേ എന്നെപ്പോലെ. കാരണം സാറ് ഒരുപാട് പെൺകുട്ടികളുടെ അടുപ്പമുള്ള ഒരാളാണ് എന്ന് മനസ്സിലായിട്ടുള്ള ഒരാളാണ് നിങ്ങളും ഞാനും ഒക്കെ. പിന്നെ ആ കൺമണി അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാനായിട്ട് നോക്കണം. കൺമണി നല്ല കുട്ടിയാണ്, അവളിങ്ങനെ ചതിയിൽ വിടാൻ പാടില്ല. ക്രിസ്സാറാണെങ്കിൽ മാനസ മേഡത്തെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. മേഡത്തിൻ്റെ മുന്നിൽ മാത്രമേ സാർ ഒന്ന് താന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ പെൺകുട്ടികളും സാറിന് ടൈം പാസ് പോലെയാണ്. കൺമണിയെ നിങ്ങൾ രക്ഷിക്കണമെന്ന് പറയാട്ടോ ഹരി. എന്നിട്ട് പോകട്ടോ, ശരിയാണല്ലോ എന്ന് ആലോചിച്ച് നിൽക്കട്ടോ അമ്മായിമാർ. അതിനുശേഷം വീണ്ടും കൺമണി ഓഫീസിലേക്ക് വരുന്നു. കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫെല്ലാം തന്നെ കൺമണിയെ കാണുമ്പോൾ നീ ഓക്കെ അല്ലേ കൺമണി എന്ന് പറയുന്നു. ഞാൻ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. മാനസ മേഡം നിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ജോയിൻ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. മാനസ മേഡം നല്ല കലിപ്പിലാണ്. മാത്രമല്ല നിനക്ക് ആ ഡൽഹി പ്രോജക്റ്റ് നിനക്കല്ലേ കിട്ടിയത്, അതിൻ്റെയും കൂടെ ദേഷ്യമുണ്ട് മേഡത്തിന്. അതുകൊണ്ടാണ് മേഡം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നീ സൂക്ഷിച്ച് വേണേ. പിന്നെ നീ വന്ന ഉടനെ തന്നെ മേഡത്തിനെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മേഡത്തിനെ വിളിക്കുകയാണ് മാനസയെ. കൺമണി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴത്തേനും മനസ്സ് പറയുന്നുണ്ട്, എന്നാലും MDയുടെ ക്യാബിലേക്ക് വരാൻ പറയൂ എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ചോദിക്കുന്നുണ്ട്, മേഡത്തിൻ്റെ അടുത്തേക്കല്ലേ വരണമെന്ന് പറഞ്ഞത്? അല്ല, MDയുടെ കൃഷ്ണൻ്റെ ക്യാബിലേക്ക് വരാനായിട്ട് പറയും കൺമണിയോട് പറയുന്നു കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അവിടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ പറയുന്നുണ്ട്, സൂക്ഷിച്ച് വേണം കൺമണി, നിനക്കൊരു കെണി ഒരുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മനസ്സമ്മയുടെ പഴയ പോലെയല്ല, ഇപ്പോൾ ആൾ വേറെ രീതിയിലായിട്ടുണ്ട് പെരുമാറ്റമൊക്കെ, നീ സൂക്ഷിച്ച് ചെല്ലുമെന്ന് പറയുന്നു. മനസ്സിനെ രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. കൺമണി വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സ് തകർക്കുന്ന ഒരു കാര്യമാണ് നടത്തണം. അതിനു വേണ്ടി തന്നെ ആൻറ്റിയമ്മ കുറച്ച് ഉപദേശിച്ചിട്ടും കൂടെ ഉണ്ടല്ലോ, നമുക്കറിയാലോ. അതിനുശേഷം തന്നെ കൺമണി അവിടെ വരുമ്പോൾ ഒരു സ്റ്റാഫോടെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേനും മാനസ വേഗം പോയി കൃഷ്ണനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. കൃഷി എന്താ ഇങ്ങനെയൊക്കെ, ഞാനിവിടെ വന്നപ്പോൾ എല്ലാവർക്കും ഒന്ന് വിറപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഇനി പുതിയൊരു അലികയായിരിക്കും ഇത്. ഞാൻ അവരുടെ പഴയ മാനസയല്ല,
എന്തായാലും വന്നത് എല്ലാവരെയും ഒന്ന് അറിയിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ എപ്പോഴും നോക്കിയാൽ ഈ ഡ്യൂട്ടിയിൽ തന്നെയാണോ? എന്താ നീ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാത്ത? അങ്ങനെ കൺമണി വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ കൺമണി ആ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ മാനസ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നതുപോലെ ഒരു ഉമ്മയൊക്കെ എനിക്ക് ഇനിയും തന്നൂടെ കൃഷി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണുന്ന കൺമണി ആകെ തകർന്നു പോവുക കേട്ടോ. അതിനുശേഷം തന്നെ മാനസ കൺമണിയെ കാണുമ്പോൾ, എന്താ കൺമണി ഒരു ക്യാബിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടിയിട്ടെങ്കിലും വരണ്ടേ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. മേഡം എന്നെ വിളിച്ചൊന്ന് ശരിയാണ്. ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾ കാണാതിരുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അതോ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൺമണിക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ പറയട്ടെ, പിന്നെ കൺമണി എന്തിനാണ് വന്നത് ചോദിക്കുന്നു. മേഡത്തിനെ കണ്ടിട്ട് ഡ്യൂട്ടിയിൽ കയറാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. കൺമണി എന്താ ലീവ് എടുത്ത്? എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്, സാറാണ് എനിക്ക് ലീവ് തന്നതെന്ന് പറയുന്നു. ഓ അതോ, പക്ഷേ ഇനി മുതൽ ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഞാൻ പറയുന്ന പോലെ ഇവിടെ ചെയ്താൽ മതിയെന്ന് പറയുന്നു. പിന്നെ കൺമണി വേറെയും കുറച്ച് കാര്യങ്ങൾ കൺമണിയോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു, ഈ മാസം 28-ാം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം. പിന്നെ വേറൊരു കാര്യം കൂടി, ഞങ്ങളുടെ കല്യാണ വസ്ത്രം, അതായത് എൻഗേജ്മെൻറ്റിന് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എല്ലായിടത്തും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഡിസൈൻ ആയിരിക്കണം കൺമണി ഞങ്ങൾക്ക് വിവാഹത്തിന് വേണ്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്തു തരേണ്ടത് കേട്ടോ. അത് ഞാൻ കൺമണിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ കൺമണി എൻ്റെ തോഴിയായിട്ടും ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണി മനസ്സ് തകർക്കുന്ന കാര്യങ്ങൾ മാത്രം മനസ്സവിടെ വിളിച്ച് പറയാം കേട്ടോ. കൺമണി ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും കൺമണിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴത്തേനും അതിലെല്ലാം വീണ് കൊടുത്തിട്ട് സ്വയം ചതിക്കപ്പെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൺമണിക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഞാൻ പോട്ടെ മേഡം എന്ന് പറയുന്നു. ഇന്നെന്താ ലീവ് കൊടുത്തതിന് ശേഷം പൊയ്ക്കോളൂ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വിഷമത്തോടു കൂടി പോകാൻ നിൽക്കുന്നു. കൺമണി പോയിക്കോട്ടെ മനസ്സ് എന്ന് പറയുന്നു. പോയിക്കോട്ടെ, ലീവ് കൊടുത്തിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൺമണിയെ പറഞ്ഞയക്കുന്നു കേട്ടോ. പക്ഷെ എന്താ മനസ്സ ഈ കാണിച്ചതെന്ന് പറഞ്ഞ് കൃഷി മനസ്സയോട് ചൂടാവുക കേട്ടോ. എന്താ കൃഷ്, ഞാനതിന് ഒന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞതെല്ലാം സത്യമല്ലേ, നമ്മുടെ കാര്യങ്ങളല്ലേ പറഞ്ഞത്, എന്നാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഞാൻ പഴയ രീതിയിലായില്ല കൃഷി എന്ന് പറയുന്നു. പിന്നീട് അമ്മായിമാരെ കാണിക്കുന്ന കേട്ടോ. അമ്മായിമാരാണ് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധനലക്ഷ്മിയുടെ കാര്യമാണ് ശരി, വരുണുമായിട്ട് കല്യാണം കൺമണിയുടെ ഉറപ്പിക്കണം, എത്രയും പെട്ടെന്ന് വേണം, അതിന് വേണം നമ്മളിനി മുൻകൈ എടുക്കാൻ. ഇന്ന് നമുക്ക് ഓഫീസും ലീവായി എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതേ കൺമണിയല്ലേ വരുന്നത്. കൺമണി, നീ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? മാനസ മേഡം എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചു, എത്രയും പെട്ടെന്ന് എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു ക്രിസ്താറില്ലേ, തനി കോഴിയാണ് കേട്ടോ, നീ അയാളുടെ പുറകെ ഇനി പോയി നിർത്തിക്കോ. നിന്നെ അയാൾ വരവീശി പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്, നീ അയാളുടെ കൂടെ ഇനി പോണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മായിമാർ. പിന്നെ ഞങ്ങളെ ചതിക്കപ്പെട്ടു, അയാൾ ഇന്നലെ പൈസ തന്നിട്ട് നിന്നെ നോക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരെയും കൂടി വിശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കണ്ടപ്പോൾ ആളാകെ മാറി, നിന്നെയൊന്നും അയാൾക്ക് ഓർമ്മയില്ല, പൈസ തന്ന കാര്യങ്ങളും മറന്നുപോയി. ഇത് സത്യമല്ലേ കൺമണി, ഞാൻ പറഞ്ഞിട്ട് ഇവരൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ സുലോചന പറയുന്നു. അത് സത്യം തന്നെയാണെന്ന് കൺമണി പറഞ്ഞു. അപ്പോൾ അവർക്ക് ആശ്വാസമാവട്ടെ ചെയ്തത്. പിന്നെ ലക്ഷ്മി പറഞ്ഞ പോലെ വരുണാണെങ്കിൽ നിനക്ക് യോജിക്കുന്ന ഒരാൾ, അവന് കുറേ പെണ്ണുങ്ങളൊന്നുമില്ലല്ലോ, നീ മാത്രമല്ലേ ഉള്ളൂ, നിന്നെ അവൻ സ്നേഹിച്ചോളൂ, എത്രയും പെട്ടെന്ന് അവനായിട്ടുള്ള കല്യാണം നമുക്ക് നടത്താം, അല്ലാതെ ക്രിസ്താൻ്റെ കൂടെ പോകണം നിർത്തിക്കോ എന്ന് പറയുന്നു. പിന്നെ അമ്മായിമാർ, മോളെ ഞങ്ങളൊരു കാര്യം കൂടി നിന്നോട് ചോദിക്കട്ടെ എന്ന് പറയുന്നു. എന്താ? പിന്നെ രാത്രിയും പകലും ഒക്കെ ആയിട്ട് വീടിനകത്തും അതുപോലെ കാട്ടിനകത്തൊക്കെ ജീവിച്ചവരല്ലേ, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ തന്നെ കൺമണിക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ല, ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് എങ്ങനെയെങ്കിലും പരിഹാരം ഉണ്ടാക്കാം, എല്ലാം അറിഞ്ഞിട്ട് ഇനി എല്ലാവരുടെ മനസ്സ് തകർക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കൺമണി കരയുന്നുണ്ട്. അപ്പോഴത്തേന് നീ കരയൊന്നും വേണ്ട, ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം, എന്തായാലും ഞങ്ങൾക്കൊന്ന് ലീവായി, നീയൊന്ന് ലീവാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, ഒരു വടയും ചായയും കുടിച്ചാലോ, ക്യാൻറ്റീനിൽ പോയിട്ട്, നീ വരുന്നോ എന്ന് പറയുന്നു. അപ്പോൾ കൺമണി ദേഷ്യപ്പെട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് കൃഷ് സാറിനെയും കൺമണിയാണ്. കൺമണി പോകുന്ന വഴിക്ക് കൃഷ് സാറ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ കൺമണി ഞാനൊന്ന് പറയട്ടെ എന്ന് പറയും. താനൊന്നും പറയാൻ നിൽക്കണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ ആ ക്യാബിൽ നിന്ന് ആ മനസ്സ മേഡത്തിൻ്റെ മുന്നിൽ നിന്ന് പറയണമായിരുന്നു, നട്ടലിൽ നിവർത്തി പറയണമായിരുന്നു, അല്ലെങ്കിലൊന്നും താങ്കൾ ഇനിയൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവാട്ടോ കൺമണി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.